ചില ആളുകൾ വളരെ സൈലൻ്റ് ആയിരിക്കും. അവർ ലൗഡല്ല, ഷോ ഓഫ് ഇല്ല, അറ്റൻഷന് വേണ്ടി ഓടില്ല. പക്ഷെ അവർ റൂമിലിരിക്കുമ്പോൾ എല്ലാം ക്വയറ്റ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. ആരാണ് ഫേക്ക്, ആരാണ് റിയൽ, ആരാണ് ആക്ട് ചെയ്യുന്നത് എല്ലാം നോട്ടീസ് ചെയ്യും. അതാണ് തിരുവോണം നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഇൻ്റലിജൻസ് വളരെ ഷാർപ്പായിരിക്കും. ഒന്നും ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യില്ല. ആദ്യം എല്ലാം ഒന്ന് സൂക്ഷിച്ച് നോക്കും, പിന്നെ ഒന്ന് ആനലൈസ് ചെയ്യും, പിന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ടൈമിന് ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കും. റെസ്പെക്റ്റ് ഇഷ്ടമാണ്. സ്റ്റേബിളായിട്ടുള്ള സമാധാന ജീവിതം ഇഷ്ടമാണ്. പുറത്ത് കാമാണ്, നല്ല മെച്യൂറാണ്, പോളൈറ്റാണ്. പക്ഷേ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് സ്വന്തം ഇമോഷൻസ് തുറന്നു പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. വേദനയുണ്ടെങ്കിലും തിരുവോണ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്നറിയോ? പേഷ്യൻസ് ആണ്. അതായത് ഭയങ്കര ക്ഷമയാണ്. സിറ്റുവേഷൻ എന്തായാലും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സൈലൻ്റ്ലി സ്ട്രോങ് ആയിരിക്കും. ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ വെച്ചാൽ ഓവർ തിങ്കിങ് ആണ്. രാത്രി സമയത്ത് മൈൻഡ് ഷട്ട് ഡൗൺ ആകില്ല. പാസ്റ്റ് കോൺവെർസേഷൻ എന്തായാലും റീപ്ലേ ചെയ്യും. നിങ്ങൾക്ക് സീക്രട്ട്ലി അപ്രീസിയേഷൻ വേണം. എല്ലാവരും നിങ്ങളെ പൊക്കി പറയണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് അറ്റൻഷൻ നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾക്കൊരു ഹിഡൻ ഫിയർ കൂടി ഉണ്ടാവും. ആരോടും പറയാത്തൊരു പേടി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഇമോഷണലി ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. മെയ് മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് മെൻ്റലി ഭയങ്കര ഹെവി ആയിരുന്നു. കരിയറിൽ പ്രഷർ, ഫാമിലി റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ഡിസ്റ്റൻസ്, സാമ്പത്തികമായിട്ട് പ്ലാൻ ചെയ്യുന്നതിൻ്റെ സ്ട്രെസ്സ്. പുറത്ത് നോർമൽ പോലെ നടന്നെങ്കിലും ഉള്ളിൽ ഭയങ്കര എക്സോഷൻ ഉണ്ടായിരുന്നു. ചിലർക്ക് സ്ലീപ്പ് ഇഷ്യൂ നന്നായിട്ട് ഉണ്ടായിരിക്കാം. ചിലർക്ക് ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയിരിക്കാം. പക്ഷേ ജൂൺ മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് ക്ലാരിറ്റി മന്ത് ആയിരുന്നു. കരിയർ സൈഡിൽ സ്ലോ ആണ്, പക്ഷേ സ്റ്റഡി ആയിട്ട് കാണാം. മാനേജ്മെൻറ്റ്, ടീച്ചിങ്, കമ്മ്യൂണിക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഇവയിലെല്ലാം ഗ്രോത്ത്, വളർച്ച നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ റിലയബിലിറ്റി ആളുകൾ നോട്ടീസ് ചെയ്യും. ആളുകൾ എന്താ ശ്രദ്ധിച്ചും. നിങ്ങളുടെ പെർഫെക്ഷനിസം, കാരണം നിങ്ങൾ എല്ലാത്തിനും പെർഫെക്റ്റ് ആവണം, എല്ലാത്തിലും പെർഫെക്ഷൻ നോക്കുകയും ചെയ്യും. അതെന്തായാലും എല്ലാം ഡിലേ ഉണ്ടാക്കും. അതുകൊണ്ട് അത് മനസ്സിന് സ്ട്രെസ് ഉണ്ടാവുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങളങ്ങനെ ഓവറായിട്ട് പെർഫെക്റ്റ് ആവാൻ നിൽക്കരുത്, പെർഫെക്റ്റ് ആക്കാനും നോക്കരുത്. റിലേഷൻഷിപ്പ് സൈഡ് വളരെ ഇമോഷണലാണ്. വളരെ കാമായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. പക്ഷെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. സിംഗിളായവർക്ക് ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു വൈബുള്ള ഒരാൾ വരാം. കമ്മിറ്റഡ് ആയവർക്ക് ഇമോഷണലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ലൈഫിൽ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മിണ്ടാണ്ടിരുന്ന നല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഫീലിങ്സ് പറയാതെ എക്സ്പെക്റ്റ് നിങ്ങൾ ചെയ്യാം. അത് അങ്ങനെ ഫീലിങ്സ് പറയുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. സേവിങ്സ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ആക്ടിവേറ്റ് ആവും. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്ലാനിങ് എന്തായാലും നിങ്ങളുടെ ഒരു ഫോക്കസ് കൂട്ടാം. പക്ഷേ ഫാമിലിയിലുള്ള ചിലവ് എന്തായാലും കൂടി വരും. ജൂൺ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ ഒരു യുദ്ധം പോലെ തോന്നുന്നത് സമാധാനം വേണോ അതോ ഇമോഷണലി ഒറ്റപ്പെടുന്നത് വേണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും. ഒരു സൈഡ് എനിക്ക് കാമായിട്ട് ജീവിക്കണം, വേറെ സൈഡിൽ എന്നെ ആരെങ്കിലും റിയലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊരു വിചാരം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്കൊരു ആരോടും പറയാത്തൊരു ശീലമുണ്ട്. നിങ്ങൾ ആളുകളെ മിണ്ടാണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വാക്കിലൂടെയല്ല, നിങ്ങളുടെ മറ്റുള്ളവരുടെ പ്രവൃത്തിയാണ് നിങ്ങൾ എപ്പോഴും നോക്കുക. നിങ്ങൾ അത്ര ലൗഡല്ല, പക്ഷെ മൈൻഡ് ഡേഞ്ചറസ് ലെവലിൽ ഡീപ്പായിരിക്കും. പുറത്ത് സമാധാനം, ഉള്ളിൽ നല്ല സൈലൻറ്റ്. അതാണ് തിരുവോണ നക്ഷത്രം.